നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ് ചർച്ച ചെയ്യുന്നത്. ഒരേ അളവ് സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ കൂട്ടത്തെ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന വക്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് ഈസ് ദ ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് which yield the same level of satisfaction. ഒരേ അളവ് സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ കൂട്ടത്തെ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന ചിത്രത്തെ വക്രത്തെ ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്നുള്ളതാണ്. ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പറഞ്ഞിട്ടുണ്ട്. ഉൽപാദന സാധ്യത വക്രം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇതേപോലെ നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരച്ചു. എക്സ് ആക്സിൽ ഗുഡ് 1നെയും വൈ ആക്സിൽ ഗുഡ് 2വിനെയും അടയാളപ്പെടുത്തിയിട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചിട്ടുണ്ട്. അന്ന് ഇതിനെയാണ് നമ്മൾ PPC എന്ന് വിളിച്ചത്. PPCയുടെ ഷേപ്പ് എന്താ പറഞ്ഞത്? PPC ഈസ് കോൺകേവ് ടു ഒറിജിൻ. PPC ഈസ് കോൺകേവ് ടു ഒറിജിൻ. ഒറിജിനിലേക്ക് PPC ഏത് ഷേപ്പിലാണുള്ളത്? കോൺകേവ് ഷേപ്പിലാണുള്ളത്. PPC ഈസ് കോൺകേവ് ടു ഒറിജിൻ. ഇവിടെ നോക്കൂ, കോൺകേവ് അല്ല. അപ്പൊ എന്തായിരിക്കും? ഓക്കെ, PPC ഈസ് നോട്ട് കോൺകേവ്, ഇറ്റ് ഈസ് convex. Indifference curve is convex to origin. What is the shape of indifference curve? Indifference curve ന്റെ shape എന്താ? ആകൃതി എന്താ? Indifference curve is convex to origin. Indifference curve എന്ന് പറയുന്നത് ഒറിജിനിലേക്ക് കോൺവെക്സ് ആണ്. ഇൻഡിഫറൻസ് കർവ് ഒറിജിനിലേക്ക് കോൺവെക്സ് ആണ്. അപ്പോ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് ഓർക്കുക. ഇൻഡിഫറൻസ് കർവ് ഒറിജിനിലേക്ക് കോൺവെക്സ് ആണ്. PPCയുടെ ഷേപ്പ് കോൺകേവ് ആയിരുന്നു. ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് കോൺവെക്സ് ആണ്. എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആയത്? വൈ ഇൻഡിഫറൻസ് കർവ് ഈസ് എ കോൺവെക്സ് ഷേപ്പ്? എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ഷേപ്പ് ഉള്ള ഒരു കർവായി മാറിയത്? The reason is that it is due to the diminishing marginal rate of substitution. Because of indifference curve is convex because of the diminishing marginal rate of substitution. Marginal rate of substitution, MRS. MRS കുറയുന്നത് കൊണ്ടാണ്, ഡിമിനിഷ് ചെയ്യുന്നത് കൊണ്ടാണ് ഷേപ്പ് എന്തായി മാറിയത്? കോൺവെക്സ് ആയി മാറിയത്. അപ്പം ഷേപ്പ് കോൺവെക്സ് ആവാനുള്ള കാരണം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷ് ചെയ്യുന്നു, കുറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് MRS? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ MRS എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓർക്കണം. വാട്ട് ഈസ് MRS? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആദ്യം അതിന് നിർവചനം പറയാം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് the rate at which one good is substituted for another. One good is substituted for another. ഒരു വസ്തുവിന് പകരമായി മറ്റൊരു വസ്തു ഉപയോഗിക്കുന്ന നിരക്കിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് പകരമായി മറ്റൊരു വസ്തു ഉപയോഗിക്കുന്ന നിരക്കിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് പകരമായി നമ്മൾ മറ്റൊരു വസ്തു ഉപയോഗിക്കുക, അതിനെയാണ് MRS എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ആപ്പിളിന് പകരമായി
നമ്മൾ എന്തുപയോഗിക്കുക? ഓറഞ്ച്. എത്ര ആപ്പിൾ നമ്മൾ ഒഴിവാക്കാൻ റെഡിയാണ്? എന്തിനു വേണ്ടിയിട്ട്? ഓറഞ്ച് ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കൂടുതൽ ആപ്പിൾ കിട്ടാൻ വേണ്ടി എത്ര ഓറഞ്ച് വരെ നമ്മൾ ഒഴിവാക്കാൻ റെഡിയാവാറുണ്ട്? അതാണ് MRS. MRS എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കിട്ടാൻ വേണ്ടി, ഒരു സാധനം ലഭിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സാധനം എത്ര വരെയാണ് നമ്മൾ ത്യജിക്കാൻ, ഒഴിവാക്കാൻ റെഡി ആയിട്ടുള്ളത് എന്നുള്ളതാണ് MRS പറയുന്നത്. MRS കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു സമവാക്യമുണ്ട്. നിർബന്ധമായും ആ സമവാക്യം ഓർത്തിക്കുക. MRS is equal to MRS, marginal rate of substitution, is equal to delta y divided by delta x. MRS is equal to delta y divided by delta x. What is the meaning of delta? Change. Change in y divided by change in x. y ൽ വന്ന വ്യത്യാസം ഡിവൈഡ് ബൈ x ൽ വന്ന വ്യത്യാസം. y എന്ന് പറയുന്ന അക്ഷരത്തിൽ അടയാളപ്പെടുത്തിയ സാധനമുണ്ട്, അതിൽ വന്ന വ്യത്യാസം ഡിവൈഡ് ബൈ x എന്ന അക്ഷരത്തിൽ അടയാളപ്പെടുത്തിയ സാധനത്തിൽ വന്ന വ്യത്യാസം. y ൽ വന്ന വ്യത്യാസം ഡിവൈഡ് ബൈ x ൽ വന്ന വ്യത്യാസം. MRS is equal to delta y divided by delta x. Marginal rate of substitution is equal to delta y divided by delta x. നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ സമവാക്യമാണ് MRS എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മളൊരു സമവാക്യം പഠിച്ചിട്ടുണ്ട്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, MOC. What is MOC? MOC is equal to minus P1 divided by P2. രണ്ടാമത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച സമവാക്യമാണ് MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. MRS is equal to delta y divided by delta x. ഇത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാൻ, ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണാൻ വേണ്ടി. y ൽ വന്ന വ്യത്യാസം ഡിവൈഡ് ബൈ x ൽ വന്ന വ്യത്യാസം, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കാണാൻ പറ്റും? MRS കാണാൻ പറ്റുന്നു. ഈ MRS എന്ത് ചെയ്തു? ഡിമിനിഷ് ചെയ്യുന്നു, കുറയുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇതിന്റെ ഷേപ്പ് കോൺവെക്സ് ആയത്. അപ്പോ ഈ ഒരു ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആവാനുള്ള കാരണം MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, എന്ത് ചെയ്തുകൊണ്ടാണ്? കുറഞ്ഞു വന്നതുകൊണ്ടാണ്. അത് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. MRS കുറയുന്നുണ്ടോ? കുറയാണെങ്കിൽ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഒരു ക്വസ്റ്റ്യൻ എഴുതി നോക്കാം നമുക്ക്. ആദ്യം എക്സ് വൈ വേണമെങ്കിൽ ആദ്യം കോമ്പിനേഷൻസ് ചെയ്താൽ, ഇന്നത്തെ കാലം എക്സും വൈ മാത്രം എഴുതാം. എക്സ് 0 1 2 3 4 5. ഇനി വൈ ഞാൻ പറയാം, 130 80 50 50 50 30 30 15 15 5. ഞാൻ ഒന്നുകൂടി എഴുതാനേ, 0 കിട്ടാൻ വേണ്ടിട്ട്. 0 ഇവിടെ 6. 0 130 180 2 ആയപ്പോ 50 3 ആയപ്പോ 30 4 ആയപ്പോ 15 5 ആയപ്പോ 5 6 ആയപ്പോ 0. ഇത് വെച്ച് നമ്മൾ ഇൻഡിഫറൻസ് കർവ് ഒന്ന് വരച്ചു നോക്കണം. അതിനു മുമ്പ് എങ്ങനെയാണ് MRS കാണാന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് ഇൻഡിഫറൻസ് കർവിലേക്ക് പോകാം. MRS സമവാക്യം നമുക്കറിയാം. MRS is equal to y ൽ വന്ന വ്യത്യാസം ഡെൽറ്റ y
ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. വൈയിൽ വന്ന വ്യത്യാസം ഡിവൈഡ് ബൈ എക്സിൽ വന്ന വ്യത്യാസം. ഇതാണോ സമവാക്യം? ചേഞ്ച് ഇൻ വൈ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്. വൈയിൽ വന്ന വ്യത്യാസം ഡിവൈഡ് ബൈ എക്സിൽ വന്ന വ്യത്യാസം. നോക്കൂ, ആദ്യം വൈയിൽ വന്ന വ്യത്യാസം ഇവിടെ 130 ആണ്. ഇതിനു മുമ്പ് എത്രയാ? 0 ആയിരുന്ന സമയത്ത് 130 ആണ്. അതിനു മുമ്പ് എത്രയാ? അറിയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ ഉത്തരം നമുക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആദ്യത്തെ നമ്മൾ ഒഴിവാക്കി വിടും. അറിയില്ല, വൈയിൽ വന്ന വ്യത്യാസം നേരത്തെ എത്തിയെന്നും അറിയില്ല, അതുകൊണ്ട് ഒഴിവാക്കി. ഇനി അടുത്ത് നോക്കൂ, ഇവിടെ 130 എന്നുള്ളത് 80 മാറി അല്ലെ? ഈ 80ന്റെ സ്ഥാനത്ത് ഇവിടെ കോമ്പിനേഷൻ കൊടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ, ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ, സി ഡി ഇ എഫ് ജി. ബിയിലാണ് ഞാൻ പറയുന്നത്. ബിയിൽ നോക്കൂ, ബിയിലാകുന്ന സമയത്ത് ഒന്നാമത്തെ വസ്തു എക്സ് 1 രണ്ടാമത്തെ വസ്തു വൈ 80 ആണ്. അങ്ങനെയാണെങ്കിൽ MRS കാണാൻ സമവാക്യം വൈയിൽ വന്ന വ്യത്യാസം എന്നാണ്. ചേഞ്ച് ഇൻ വൈ, വൈയിൽ വന്ന വ്യത്യാസം. നമ്മൾ വൈയിൽ എത്ര വ്യത്യാസമാണ് വന്നിട്ടുള്ളത് നോക്കുക. ആദ്യം 130 ആയിരുന്നു, അത് 80 ആയി മാറി. അപ്പൊ എത്ര വ്യത്യാസം വന്നത്? 130യിൽ നിന്ന് 80 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 50. 50 ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. എക്സിൽ വന്ന വ്യത്യാസം 0 എന്നുള്ളത് 1 ആയി മാറി. അപ്പൊ അങ്ങനെയാണെങ്കിലോ 0 എന്നുള്ളത് 1 ആയി മാറി കഴിഞ്ഞാൽ 1ഉം 0യും തമ്മിലെ വ്യത്യാസം എത്രയാ? 1 മൈനസ് 0, അല്ലെങ്കിൽ 1ഉം 0യും തമ്മിലെ വ്യത്യാസം ഈസ് ഈക്വൽ ടു 1. 50 ഡിവൈഡ് ബൈ 1. വാട്ട് ഈസ് ആൻസർ? 50നെ 1 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 50 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 50 അല്ലേ? രണ്ടാമത്തെ നോക്കാം. 1 കിട്ടി, 2 കിട്ടി, മൂന്നാമത്തത് അല്ലെ? എങ്ങനെ കിട്ടുക? 80 എന്നുള്ളത് എന്തായി മാറുന്നു? 50 ആയി മാറുന്നു. എത്ര വ്യത്യാസം? 80 മൈനസ് 50 ഈസ് ഈക്വൽ ടു 80 മൈനസ് 50 30 ഡിവൈഡ് ബൈ 1 എന്നുള്ളത് 2 ആയി മാറിയിട്ടുണ്ട്. എത്ര വ്യത്യാസം വന്നത്? 1 സമം 30. അടുത്തതോ 50 എന്നുള്ളത് 30 ആയി മാറും. 50 എന്നുള്ളത് 30 ആയി മാറി. എത്ര വ്യത്യാസം വന്നത്? 20 ഡിവൈഡ് ബൈ 2 എന്നുള്ളത് 3 ആയി മാറി. വ്യത്യാസം 1 സമം 20. ഇവിടെ ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണേ, വ്യത്യാസം എന്നാണ്, ചേഞ്ച് എന്നാണ്. ഒരു സംശയം വരും, 0ന്ന് 1 കുറച്ച -1 അല്ലേ? അപ്പൊ താഴെ 1 എന്നല്ല ഇട്ടത്. നമ്മള് ചെയ്ത് ഇതാണ്, വ്യത്യാസമാണ് കണ്ടത്, പ്ലസ് മൈനസ് നോക്കിയില്ല. വലതിൽ നിന്ന് എന്ത് ചെയ്തു? ചെറുത് കുറക്കാൻ ചെയ്തത്. അതുകൊണ്ടാണ് 1ൽ നിന്ന് 0 കുറച്ചപ്പോ 1 കിട്ടിയത്, 2ൽ നിന്ന് 1നെ കുറച്ച് 1, 3ൽ നിന്ന് 2നെ കുറച്ച് 1. എന്നാൽ ഇവിടെ ചെയ്തപ്പോഴോ 80 നിന്ന് 130 അല്ല കുറച്ചത്, 130 നിന്ന് 2 കുറച്ചു. വ്യത്യാസമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. വലുതും ചെറുതും തമ്മിൽ ഉള്ള വ്യത്യാസം എത്രയാണ്? ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര, അതേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ 1ൽ നിന്ന് 2 കുറക്കാനോ 2ൽ നിന്ന് 1 കുറക്കാന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. വ്യത്യാസം കാണുക. 130ഉം 80ഉം തമ്മിലെ വ്യത്യാസം ഞാൻ കണ്ടു, 0ഉം 1ഉം തമ്മിലെ വ്യത്യാസം കണ്ടു. 80, 50 ആ ചേഞ്ച് എന്താന്ന് നോക്കി. 1ഉം 2ഉം തമ്മിലെ ചേഞ്ച് എന്താന്ന് നോക്കി. 50യും 30യും തമ്മിലെ ചേഞ്ച് വ്യത്യാസം 20 ആണ്. 2ഉം 3യും തമ്മിലുള്ള വ്യത്യാസം എന്നത് 1 ആണ്. അതുകൊണ്ടാണ് 20 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 20 മാറിയത്. അടുത്തതോ 30യും 50യും തമ്മിലെ വ്യത്യാസം 15. 15 ഡിവൈഡ് ബൈ 3യും 4ഉം തമ്മിലെ വ്യത്യാസം 1 ഈസ് ഈക്വൽ ടു 15. Then 15, 5 വ്യത്യാസം 10 ഡിവൈഡ് ബൈ 4, 5 വ്യത്യാസം 1 ഈസ് ഈക്വൽ ടു 10. ലാസ്റ്റ് 5, 0 എത്ര വ്യത്യാസം? 5 മൈനസ് 0, 5 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 5. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. നമുക്ക് കിട്ടിയ MRS ആദ്യം 50, then 30, 20, 15, 10, 5. എന്താ ചെയ്യുന്നത്? MRS എന്താ സംഭവിക്കുന്നത്?
MRS 50 എന്നുള്ള 30 ആയി കുറയുന്നു, 30 എന്നുള്ള 20 ആയി കുറയുന്നു, 20 എന്നുള്ള 15 ആയി കുറയുന്നു, 15 എന്നുള്ള 10 ആയി കുറയുന്നു, 10 എന്നുള്ള 5 ആയി കുറയുന്നു. MRS കുറയുന്നു. MRS കുറയുന്നത് കൊണ്ടാണ് ഷേപ്പ് എന്തായത്, ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് കോൺവെക്സ് ആവാനുള്ള കാരണം ബിക്കോസ് ഓഫ് ഡിമിനിഷിംഗ് MRS. MRS ഡിമിനിഷ് ചെയ്യുന്നതുകൊണ്ട് DMRS അങ്ങനെ പറയാനുള്ളത്. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തിലൂടെയാണ് ഡിമിനിഷ് ചെയ്യുന്നു, കുറയുന്നു. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ഏത് ഷേപ്പിലേക്ക് വന്നത്, കോൺവെക്സ് ഷേപ്പിലേക്ക് വന്നത്. ആ ചോദ്യം, വൈ ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ഷേപ്ഡ്. എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ഷേപ്പ് ആയത്? കാരണം ബിക്കോസ് ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ വാട്ട് ഈസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? എന്താണ് MRS? എന്താണ് MRS? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദ റേറ്റ് ഇൻ വിച്ച് വൺ ഗുഡ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ. ഒരു ഗുഡിന് പകരമായി, ഒരു സാധനത്തിന് പകരമായി മറ്റൊരു സാധനം ഉപയോഗിക്കുന്ന നിരക്കിന് പകരം വെക്കുന്ന നിരക്കിനെയാണ് എന്ത് വിളിക്കുന്നത്, MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് MRS? എങ്ങനെയാണ് MRS കണക്കാക്കാൻ കഴിയുക, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? MRS ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. Y ആക്സിസിൽ വന്ന വ്യത്യാസം ഡിവൈഡ് ബൈ X ആക്സിസിൽ വന്ന വ്യത്യാസം. നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് എക്സും വൈയും നോക്കിയിട്ട് ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ചു നോക്കുക. ഷേപ്പ് ഏതാവണം, നമ്മൾ പറഞ്ഞ കോൺവെക്സ് ഷേപ്പിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. സീറോ, എക്സ് പറയുന്നു 1 2 3 4 5. Y ആക്സിൽ 15 10 6 3 1 0. നമ്മള് 0 തൽക്കാലം ഞാൻ ഒഴിവാക്കാണ് ഇവിടെ. ഇത്ര മതി, 4 വരെ മതി. 15 10 6 3 1. നിങ്ങളെ വർക്ക് ഇതാണ്. MRS കാണണം. 1 MRS കാണുക, 2 ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുക. അപ്പോ 2 ഇൻഡിഫറൻസ് കർവുകൾ വരയ്ക്കാനുള്ള ചോദ്യം വന്നു. ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ MRS കണ്ടിട്ടുണ്ട്, എന്ത് ചെയ്താൽ മതിയെന്നു, അവിടെ ഇൻഡിഫറൻസ് കർവ് വരച്ചാൽ മതിയെന്നു. ഇവിടെ നിങ്ങൾ ആദ്യം ഇൻഡിഫറൻസ് കർവ് വരക്കും വേണം. ഇവിടെ വേണമെങ്കിൽ കോമ്പിനേഷൻസ് കൊടുക്കാം. A B C D ആൻഡ് E കോമ്പിനേഷൻസ് കൊടുക്കാം. കോമ്പിനേഷൻസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇൻഡിഫറൻസ് കർവ് വരയ്ക്കണം, അതേപോലെ MRS കാണുകയും വേണം. ഇത് രണ്ടും ചെയ്തിട്ട് ഇന്ന് തന്നെ എനിക്ക് അയച്ചേക്കാം. ഓക്കെ.